ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും വലിയ നേട്ടവുമായാണ് ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്ക് കടന്നിട്ടുള്ളത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പുറത്തുവന്നപ്പോൾ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനവും A+ നേടിയത് ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. സ്കൂളിന്റെ നെറുകയിൽ ഒരു പൊൻതൂവലായി ഈ നേട്ടം. പരീക്ഷ എഴുതിയ 318 വിദ്യാർത്ഥികളിൽ 295 പേരെയും ഉന്നത പഠനത്തിന് അർഹരാക്കിയാണ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്ക് കടന്നിട്ടുള്ളത്. 93.06 വിജയശതമാനം. ഇതിൽ 75 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയെന്നതും പ്രത്യേകതയാണ്. ഹ്യൂമാനിറ്റീസിൽ 86%, കൊമേഴ്സിൽ 98%, ബയോളജി സയൻസിൽ 91.3%, കമ്പ്യൂട്ടർ സയൻസിൽ 96.7% എന്നിങ്ങനെയാണ് വിജയം. പുതിയ അധ്യയന വർഷത്തേക്ക് വിദ്യാർത്ഥികൾ സ്കൂളിന് നൽകിയ സമ്മാനമാണ് ഈ വിജയമെന്ന് പ്രിൻസിപ്പൽ ടി ഗിരി പറഞ്ഞു. ഗവൺമെൻറ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവേ വർഷങ്ങളായിട്ട് വളരെ നല്ലൊരു റിസൾട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈസ്കൂളായാലും ഹയർ സെക്കൻഡറി ആയാലും വളരെ നല്ലൊരു റിസൾട്ടാണ് തരുന്നത്. അതുതന്നെയാണ് ഈ വർഷവും നമ്മുടെ അവിടെ റിസൾട്ടായി വന്നത്. ഹൈസ്കൂളിനെ സംബന്ധിച്ചും SSLCയിൽ വിദ്യാഭ്യാസ ജില്ല പാലക്കാടിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ 48 A+ നേടിയ ഒരു വിദ്യാലയമാണ്. 500 പേര് ഉള്ളതിൽ 100% നേടിയില്ലെങ്കിൽ കൂടെ വളരെ അഭിമാനകരമായ ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിൽ നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികവാർന്നൊരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. 75 പേര് ഫുൾ A+ഓടുകൂടി നമ്മുടെ സ്ഥാപനത്തിൽ വിജയം കൈവരിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിജയത്തിൻ്റെ ശില്പികളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ്. സാധാ കുടുംബത്തിൽ നിന്നും സാധാ ഇക്കോണമിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന കുട്ടികളാണെങ്കിലും ഷാർപ്പായ ബുദ്ധിയുള്ള മക്കളായതുകൊണ്ട് തന്നെ ടീച്ചർമാരുടെ ഒരു ചെറിയ സഹായത്താൽ അവരുടെ റിസൾട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി UP അല്ലെങ്കിൽ LP എന്ന രീതിയിൽ വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് മുന്നേറുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ റിസൾട്ട് ഈ രീതിയിലേക്ക് വരുന്നത്. ഇനിയുള്ള കാലങ്ങളിലും ഈ രീതിയിൽ തന്നെ റിസൾട്ട് വരും എന്ന് കരുതുന്നു. വിദ്യാർത്ഥികളുടെ തീവ്ര പരിശ്രമമാണ് വിജയത്തിന് പിന്നിലെന്ന് അധ്യാപകരുടെ പ്രതികരണം. First of all, let me congratulate you on your wonderful, great success. Okay, congratulations once again. പിന്നെ നിങ്ങൾ സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, no doubt, it's a very, very good result. Okay, best result, no doubt. Okay, ഇത്രയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം ചെറിയ മിസ്സിങ് അല്ലെങ്കിൽ ചെറിയ നഷ്ടങ്ങൾ കുറച്ച് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതായത് ഫുൾ A+ലേക്ക് വരേണ്ടവർ ചെറുതായിട്ട് ഒരു സബ്ജക്റ്റിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ മാർക്കുകളുടെ കുറവ് വന്നിട്ടുണ്ട്. അതിനപ്പുറം നമുക്കറിയാം ഒരു കുറച്ച് പേര് വളരെ എന്താ പറയുക വിരലിൽ എണ്ണാവുന്ന ചെറിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ഒരു വിഷയത്തിൽ, അതും ഈ പറഞ്ഞ പോലെ 3-4 മാർക്കിലാണ് അവർ പോയത്. അവരും കൂടി എന്ത് ചെയ്യും, ഈ എഴുതുമ്പോൾ തന്നെ അവർ എന്താ പറയുക എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. SSLC പരീക്ഷാ വിജയം അതുപോലെ +2 പരീക്ഷയുടെ വിജയത്തിലും വിക്ടോറിയ വളരെ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല റിസൾട്ടാണ് +2ൽ. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂളാണ് SSLC പരീക്ഷയ്ക്ക്. അതുപോലെ കുട്ടികളെല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം മുന്നോക്കം നിൽക്കുന്ന, പഠനത്തിലും അതുപോലെ പഠനേതര പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അധ്യാപകരുടെ സഹകരണം തങ്ങളുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചതായി കുട്ടികൾ പറഞ്ഞു. പക്ഷേ +2 കഴിഞ്ഞു, സ്കൂൾ ലൈഫ് തന്നെ കഴിഞ്ഞു എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. ഇനി ഒരിക്കലും ഇവിടെ വന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാനും 12th പഠിക്കുമ്പോൾ സീനിയർ ചേച്ചിമാരൊക്കെ വന്നിട്ട് നിങ്ങളുടെ 12th നിങ്ങൾ മിസ് ചെയ്യും, ഞങ്ങൾക്കൊക്കെ ഇപ്പം മിസ് ചെയ്യേണ്ടി പറയുമ്പോൾ അപ്പോഴൊന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഞങ്ങളുടെ ഈ വലിയ റിസൾട്ടിന് ടീച്ചേഴ്സിന് ഒരു വലിയ താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എത്രയൊക്കെ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയായിരുന്നു അത് ഞങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ്. പുറത്ത് തന്നെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചിറ്റൂർ വിക്ടോറിയ ഗേൾസ്. വിക്ടോറിയ ഗേൾസ് അങ്ങനെയാണ്. അപ്പോൾ 10th വരെ എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഫുൾ പഠിത്തത്തിലായിരിക്കും കോൺസെൻട്രേഷൻ. പക്ഷെ അവിടുത്തെ ലൈഫേ അല്ല ഇവിടെ. പഠിത്തത്തിന് പഠിത്തം, എൻജോയ്മെൻറ്റ്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. എന്തുണ്ടെങ്കിലും അവരെന്തുണ്ടെങ്കിലും നമ്മളോട് വന്ന് ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, എപ്പോൾ വേണമെങ്കിലും വന്ന് ചോദിക്കാം. അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആണ് അവർ. ശരിക്കും അവരെ കൂടുതൽ മിസ് ചെയ്യാൻ പോവാണ് ഇനി മുതൽ. ടീച്ചേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ്. ഞാൻ ഓർത്തെടുക്കുന്ന ബൈജു സാറിനെയാണ്.
എനിക്ക് മോഡൽ എക്സാമിന് സുവോളജി 30 ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ട്. പക്ഷെ ബാക്കി ക്വസ്റ്റ്യനിൽ 30 ഉണ്ടായിരുന്നു. സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അതിരുന്ന് പഠിക്കണം, നീ അത് പോരാ, അത് പഠിക്കണം, മേ ബി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരും തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് സാറ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ തെറ്റിയാൽ പോലും അതിരുന്ന് പഠിക്കാൻ പറയും. അതുപോലെ സുജിത ടീച്ചർ കലോത്സവത്തിനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്, കലോത്സവത്തിലും പഠിത്തത്തിലും മൊത്തത്തിൽ. പിന്നെ വിക്ടോറിയയിലാണ് പറയുമ്പോൾ ഒരു ലെഗസിയാണ്, എപ്പോഴും വിക്ടോറിയയിലാണ് എന്നുള്ളൊരു അഭിമാനം. അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ പ്രശംസനീയമെന്ന് രക്ഷിതാക്കളും പ്രതികരിച്ചു. ஒரு அம்மாவா ப்ரௌடாக இருக்கேன் எனக்கு. எல்லாத்துக்குமே ஃபர்ஸ்ட் ஆஃப் ஆல் கங்க்ராச்சுலேஷன்ஸ். First of all, I thank you all the teachers who stood behind the backbone of Charudeshna. Thank you. I'm so emotional. Thank you all the teachers. UTV ന്യൂസ് പാലക്കാട്.